സുരേഷ് ഗോപിയെ നാളെയും പറയും, മറ്റന്നാളും പറയും, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം വരെയും പറയും. പിന്നെ നിങ്ങൾക്ക് പൊള്ളുന്നത് BJP-യെ ആണ് പറഞ്ഞതെങ്കിൽ BJP-യും പറയും, BJP ഇനിയും പറയും. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ വായ അടപ്പിക്കാൻ RSS-ന്റെ അല്ല, BJP-യുടെ അല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയുടെ അപ്പൻ വിചാരിച്ചാൽ പോലും നടക്കില്ല എന്നുള്ളൊരു കാര്യം പറയാനാണ് ഈ വീഡിയോയുമായി ഞാൻ വന്നത്. എടാ കടയാടി മക്കളെ, പൂജാമുറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച് നിന്നെ പോലെ ജീവിക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ല. മനസ്സിലായോടാ? ഇനിയും പറയും, ചെയ്യാൻ പറ്റുന്നത് ചെയ്യടാ. പണി പാളി മക്കളെ. ഒന്നും മിണ്ടണ്ട എന്ന ചിന്തയിൽ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്ന ഒരു ചിന്താ മനോഭാവത്തോടു കൂടി ഒന്നും മിണ്ടാതെ വഴിമാറി നടന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളെ കൊണ്ടുപോലും ഒരു പ്രത്യേക വിഭാഗത്തിലെ നാരികൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ 95% വരുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പറയാനുള്ള വാക്കുകളാണ്, അവർ പറയാൻ കൊതിച്ചിരുന്ന വാക്കുകളാണ് ഈ സഹോദരന്റെ നാവിൻ തുമ്പിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ നടക്കുന്ന മതഭ്രാന്തന്മാരെ, ഇനി നിങ്ങൾ എത്രയും പെട്ടെന്ന് മാളത്തിലേക്ക് കയറി ഒളിക്കുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത്. പിന്നെ നമ്മുടെ സുരേഷ് ഏട്ടനെ ജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റിയവരോട് എനിക്ക് പറയാനുള്ളത്, സുരേഷ് ഏട്ടൻ പറഞ്ഞത് തൃശ്ശൂര് എനിക്ക് വേണം, തൃശ്ശൂര് നിങ്ങൾ എനിക്ക് തരണം, തൃശ്ശൂര് ഞാൻ ഇനി എടുക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂര് ഞാൻ കക്കും, തൃശ്ശൂര് കക്കാൻ നിങ്ങൾ എനിക്ക് തരണം, തൃശ്ശൂര് ഞാനിങ്ങ് കക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചിന്തിച്ചത്. അത് തൃശ്ശൂരുകാർ മനസ്സിലാക്കാതെ പോയതിലാണ് പരാജയം സംഭവിച്ചത്.